സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചാണ്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി എസ് എസ് എൽ സി ക്ലാസ്സുകളിലെ കാൽക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, അല്ലെങ്കിൽ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ എന്നൊക്കെ പറയുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോരുന്നു എന്നുള്ള ആക്ഷേപം വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് പരിശോധിക്കാൻ വകുപ്പ് തലത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നു. ഒപ്പം ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്നു. ഇത് 2 ആർഗ്യുമെന്റ്സ് ഇതിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒന്ന്, സർവീസിലുള്ള അധ്യാപകർ തന്നെയാണ് ഇത്തരം ചോദ്യചോർച്ചയ്ക്ക് പിന്നിൽ എന്നൊരു ആക്ഷേപമുണ്ട്. സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യപേപ്പർ ചോർത്തുന്നത് എന്നുള്ള ആക്ഷേപമുണ്ട്. ഈ ചോദ്യപേപ്പർ പരീക്ഷ നടക്കുന്നതിന് തലേ ദിവസം യൂട്യൂബുകളിലൂടെ ഈ ട്യൂഷൻ സെന്ററുകൾ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ ഈ ട്യൂഷൻ സെന്ററുകൾ പ്രചരിപ്പിക്കുന്നു. അതുവഴി അവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ആ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചോദ്യപേപ്പറൊക്കെ നേരത്തെ കിട്ടും എന്നുള്ള പ്രതീതി ജനിപ്പിച്ച് അവരുടെ ബിസിനസ് വലുതാക്കുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ട്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നിടത്തു നിന്നാണോ ചോരുന്നത്, അതോ അച്ചടിക്കാൻ കൊടുക്കുന്നിടത്താണോ ചോരുന്നത്, അച്ചടി കഴിഞ്ഞ് സ്കൂളുകളിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നാണോ ചോരുന്നത്? ഇത്തരം പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സംഭവിക്കുന്നത് എന്നാണ് സംസാരിക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് KV മനോജ് ആണ്. സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ മുൻ റിസർച്ച് ഓഫീസറാണ് KV മനോജ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിത് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ട് കേൾക്കുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്കുള്ള പരീക്ഷയാണ്. അതായത് ഇപ്പോൾ ഓണപരീക്ഷയോ ക്രിസ്മസ് പരീക്ഷയോ ഒക്കെയാണ്. ഇതിന്റെ ചോദ്യപേപ്പർ ചോർന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. പൊതുപരീക്ഷയുടെയോ അല്ലെങ്കിൽ വർഷാന്ത പരീക്ഷയുടെയോ അല്ല ചോദ്യപേപ്പർ ചോരുന്നത്. അതുകൊണ്ട് ഇത് അത്ര ഗൗരവമാക്കേണ്ടതില്ല എന്നുള്ളൊരു ആർഗ്യുമെന്റ് ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇത് അങ്ങനെ ഒരു നിസ്സാരവൽക്കരിക്കേണ്ട ഒരു സംഭവമാണെന്ന് തോന്നുന്നില്ല. കാരണം വളരെ സീരിയസ് ആയ ഒരു കാര്യം തന്നെയാണ്. ഏത് പരീക്ഷയും നമ്മളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏത് പരീക്ഷയും പ്രസക്തമാണ്, പ്രധാനമാണ്. അപ്പോ പരീക്ഷകളെ നമ്മളങ്ങനെ പരീക്ഷകൾ എന്ന് പറയുന്ന കുട്ടിയുടെ പഠന പുരോഗതി പരിശോധിക്കാനുള്ള ഒരു സൂചകമായി നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ സാധ്യതയാണ് പരീക്ഷ. അത് ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ആകട്ടെ, സെക്കൻഡ് ടൈം എക്സാമിനേഷൻ ആകട്ടെ, പബ്ലിക് പരീക്ഷ ആകട്ടെ, ഏത് പരീക്ഷ ആയാലും പരീക്ഷകൾ കുട്ടി എന്ത് പഠിച്ചു, എന്ത് മനസ്സിലാക്കി, എന്ത് ഉൾക്കൊണ്ടു, എന്ത് ആർജിച്ചു എന്നത് പരിശോധിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ എന്ന നിലയിൽ നമുക്ക് പരീക്ഷകൾ പ്രസക്തമാണ്, പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ചോരാം, ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ചോരാം, പബ്ലിക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ചോരാൻ പാടില്ല എന്നൊന്നുമില്ല. പരീക്ഷകൾക്ക് എല്ലാറ്റിനും ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. അത് ഏത് പരീക്ഷയാണെങ്കിലും അത് കുട്ടികൾ വളരെ സീരിയസ് ആയിട്ടാണ് പരീക്ഷയെ കാണുന്നത്. പൊതുസമൂഹം പരീക്ഷ വളരെ പ്രധാനമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷകളിൽ ഉണ്ടാകേണ്ട ഒരു കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു രഹസ്യാത്മകത പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് പരീക്ഷാ ഹാളിൽ വെച്ച് മാത്രം ഈ ഒരു ഇത് കുട്ടിക്ക് പരീക്ഷാ ഹാളിൽ വെച്ച് മാത്രം ക്വസ്റ്റ്യൻസ് കിട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യവും അവിടെ വെച്ച് മാത്രം കുട്ടി അത് മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെയൊക്കെ റദ്ദാക്കുകയാണ് ഇത്തരത്തിൽ പരീക്ഷാ ചോർച്ചയിലൂടെ, ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയിലൂടെ സംഭവിക്കുന്നത്. റൈറ്റ്. ഇത് ഒരു നോർമൽ പഠനക്രമത്തെ എങ്ങനെയാണ് ബാധിക്കുക? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, ഞാൻ 1-2 അധ്യാപകരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നമ്മൾ ഈ ഒരു വർഷം മുഴുവൻ കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിക്കുന്നത്. ഇത് വളരെ സ്ട്രെയിൻ ചെയ്ത് ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഇത് ഈ സ്വകാര്യ ട്യൂഷൻ സെന്റേഴ്സോ അല്ലെങ്കിൽ ഇത്തരം യൂട്യൂബേഴ്സോ ഒക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ തലേദിവസം കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ അത് ആശ്രയിച്ചാൽ മതി, വെറുതെ ഈ കഷ്ടപ്പെട്ട് ഒരു പഠനക്രമമോ പാഠ്യപദ്ധതിയോ ഒന്നും ഫോളോ ചെയ്യേണ്ടതില്ല. ഇങ്ങനെയൊക്കെ ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ടോ ഇതിനകത്ത്? തീർച്ചയായിട്ടും ഇത് സൂചിപ്പിച്ചതുപോലെ ഇത് വലിയൊരു അപകടം തന്നെയാണ്. കാരണം നമുക്ക് ഒരു സ്കീമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒരു വർഷം പഠിപ്പിക്കേണ്ട പാഠഭാഗങ്ങൾ എന്താണ്, എത്രയാണ്, ഒരു മാസത്തിൽ എത്രയാണ് പഠിക്കേണ്ടത്, ഒരു വർഷം കൊണ്ട് എത്ര പഠിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായൊരു സ്കീമും പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് NCERT ആയാലും SCERT ആയാലും ഈ പുസ്തകങ്ങൾ രൂപപ്പെടുത്തുന്നതും ആ പുസ്തകങ്ങൾ അധ്യാപകർ ഏതാണ്ട് ഒരു വർഷം കൊണ്ട് ട്രാൻസാക്ട് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായൊരു പഠന മണിക്കൂറുകളും പഠന ഉള്ളടക്കവും വെച്ചുകൊണ്ടുള്ള ഒരു സമീകരണം ഇതിനകത്തുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു വർഷം കൊണ്ട് പഠിക്കേണ്ടുന്ന പാഠഭാഗങ്ങളെ മുഴുവൻ ഈ ഒരു 10-15 ചോദ്യങ്ങളാക്കി ഈ പറയുന്ന ഓൺലൈൻ ചാനലുകളോ യൂട്യൂബ് ചാനലുകളോ പോലെയുള്ള ആളുകൾ
ഈ ഒരു 10-15 ചോദ്യങ്ങൾ പബ്ലിക് പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർത്തിയെടുത്തിട്ടോ മറ്റേതെങ്കിലും രൂപത്തിലോ പിന്നെ കുട്ടികൾക്ക് നൽകുമ്പോൾ കുട്ടികൾക്ക് ഇത് വലിയ അപകടം ഉണ്ടാക്കും. നമ്മൾ ഈ ബ്രെയിൻ റോട്ട് എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ കുട്ടികൾ ഈ ഒരു ചോദ്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് പോവുകയും ഉള്ളടക്ക ചോർച്ച, വലിയ ഉള്ളടക്ക ചോർച്ച ഉണ്ടാവുകയും ഭാവിയിൽ കുട്ടികൾ ഇത്തരത്തിലുള്ള രീതികളെ അവലംബിക്കാൻ ഇടവരികയും നമ്മൾ ദേശീയ തലത്തിലേക്ക് നടക്കുന്ന മത്സര പരീക്ഷകൾ പോലെയുള്ളതിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 10-15 ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി, മറിച്ച് പബ്ലിക് വലിയ ഒരു പുസ്തകത്തെ മുഴുവൻ 10-15 ചോദ്യങ്ങളാക്കി മാറ്റി ആ ചോദ്യങ്ങളിലൂടെ കടന്നുപോയാൽ തങ്ങൾക്ക് പരീക്ഷ പാസ്സാകാം എന്ന് പറയുന്ന ഒരു തെറ്റായ, അപകടകരമായ, വിദ്യാഭ്യാസ വിരുദ്ധമായ ഒരു മെസ്സേജ് ഇതിലൂടെ കുട്ടികൾക്ക് നൽകപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അപകടം. ഇത് വിദ്യാഭ്യാസ വ്യവസ്ഥയെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ഇപ്പോ നമുക്കറിയാം, മത്സര പരീക്ഷകളിൽ പിന്നെ ഉള്ളടക്കം, നമുക്ക് എല്ലാ ഉള്ളടക്കവും കവർ ചെയ്യാതെ ഒരു കുട്ടിക്ക് നീറ്റ് പോലെയുള്ള ഒരു പരീക്ഷ, JEE പോലെയുള്ള ഒരു പരീക്ഷ, ക്ലാറ്റ് പോലെയുള്ള ഒരു പരീക്ഷ കുട്ടിക്ക് പാസ്സാവണമെങ്കിൽ ആ +1ലെയും ഉള്ളടക്കം മുഴുവൻ, അല്ലെങ്കിൽ പബ്ലിക് പരീക്ഷ ആയിക്കൊള്ളട്ടെ, കവർ ചെയ്യണമെങ്കിൽ ആ ഉള്ളടക്കം കവർ ചെയ്യാതെ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ചോർത്തിയെടുക്കുന്ന 10-20 ക്വസ്റ്റ്യൻസിലൂടെ പോയാൽ മതി എന്ന് പറയുന്ന തെറ്റായ ഒരു മെസ്സേജ് ഇത് കുട്ടികൾക്ക് നൽകുന്നു. അത് ഈ യൂട്യൂബ് ചാനലുകൾ, ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന തെറ്റായ ഒരു മെസ്സേജ് ആണ്. അതിൽ നിന്ന് അവർ മാറി നിൽക്കേണ്ടതാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു പഠന പ്രക്രിയയുടെ സഹായിക്കാൻ യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇവർ പ്രവചിക്കുകയാണ്. അങ്ങനെ പ്രവചിക്കാൻ എന്താ, ജ്യോതിഷമല്ലോ ആണ്. ഈ ജ്യോതിഷം തന്നെ അസംബന്ധമായ ഒന്നാണെന്നാണ് ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പ്രവചിക്കാനൊന്നും ആർക്കും കഴിയില്ല. അത്തരത്തിൽ മനോജ്, ഞാനത് ചോദിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇതിന് അവര് പറയുന്ന ഒരു ന്യായീകരണം, ഈ യൂട്യൂബ് ചാനൽ വഴി ക്വസ്റ്റ്യൻസ് കൊടുക്കുകയും 35,000-40,000 കുട്ടികളൊക്കെ വ്യൂസ് ഒക്കെ അതിനുണ്ട്, പലതിനും ചിലതിൽ അതിന് കൂടുതലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ചിലതിന് 90,000 വ്യൂസ് വരെ 90,000 വ്യൂസ് വരെ ഉണ്ടായ യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ ഇത് ചോർത്തുന്നൊന്നുമല്ല, ഞങ്ങൾ ചില പ്രവചനങ്ങൾ നടത്തുകയാണ്. ഞങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഞങ്ങൾ ചില പ്രവചനങ്ങൾ നടത്തുകയാണ്. ആ പ്രവചനങ്ങൾ ശരിയായി വരുന്നു എന്നേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അതോ ഇത് വളരെ ആസൂത്രിതമായിട്ട് ചെയ്യുന്നൊരു പരിപാടി, അതായത് പുറത്തൊരു സമാന്തര ബിസിനസ് വളർത്തുക എന്നുള്ള നിലയ്ക്ക് ആസൂത്രിതമായി ചെയ്യുന്നൊരു പരിപാടി, അങ്ങനെ തന്നെയാണോ? ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ കടുത്ത മത്സരമുണ്ട്, നമുക്കറിയാമല്ലോ. ഇപ്പൊ ചാനലുകൾ തമ്മിലുള്ള മത്സരം പോലെ തന്നെ കടുത്ത മത്സരം ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഏതറ്റം വരെയും പോകാൻ, ഒരു പ്രൊഫഷണൽ എത്തിക്സ് പോലും മാനിക്കാതെ ഏതറ്റം വരെയും പോകാൻ ഈ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് തയ്യാറാണ്. അതിന് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഈ ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പബ്ലിക് പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ടേം എക്സാം വരുന്ന സമയത്ത് ടീച്ചേഴ്സ് ചെയ്യാറുള്ള ഒരു കാര്യം, മക്കളെ ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇപ്പൊ ഒരു ടീച്ചേഴ്സ്ക്ക് ഒരു നിശ്ചിത ശതമാനം ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു, ഒരു 50 ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. ഈ 50 ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുണ്ട്. അവിടെ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ ഒരു പരാജയം അവിടെ ഉണ്ട്. കാരണം നമ്മൾ പുതിയ ചോദ്യങ്ങൾ കണ്ടെത്തുന്നില്ല, പുതിയ ചോദ്യ മാതൃകകൾ കണ്ടെത്തുന്നില്ല. ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സേഫായി നിൽക്കുന്ന ചോദ്യങ്ങളിലേക്ക് നിരന്തരം കടന്നു പോകുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ആവർത്തന സ്വഭാവം വരുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും ടീച്ചേഴ്സ്, അധ്യാപകർ ക്ലാസ് റൂമിൽ നൽകാറുണ്ട്. പക്ഷേ വരി തെറ്റാതെ, ക്രമം തെറ്റാതെ, ക്വസ്റ്റ്യന്റെ നമ്പർ പോലും തെറ്റാതെ ക്വസ്റ്റ്യൻസ് വരുന്ന പ്രവചനം എന്ന് പറയുന്നത് വളരെ അപകടകരമായ സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഉണ്ടാക്കുക. അങ്ങനെ പ്രവചിക്കാൻ ആർക്ക് കഴിയില്ല. കാരണം ക്വസ്റ്റ്യൻ നമ്പർ 6, ക്വസ്റ്റ്യൻ നമ്പർ 7, 8, 9 അങ്ങനെയുള്ള ഒരു പ്രവചനം, ഇന്ന ചോദ്യം, ആ ചോദ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് തന്നെ സമാനമായിട്ടുള്ള സെന്റൻസുകൾ വരുന്നു. അത് പ്രവചനമല്ല, അത് അടിച്ചുമാറ്റലാണ്, അത് ഈ പറഞ്ഞ ചോർത്തിയെടുക്കലാണ്. അത് പരീക്ഷയുടെ വിശ്വാസ്യതയെയും പരീക്ഷാ സമ്പ്രദായത്തിന്റെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അതിന്റെ ഒരു സാങ്ക്ടിറ്റിയെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത്, ഈ
ഈ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മളൊരു 50 ചോദ്യത്തിൽ നിന്ന് 10 ചോദ്യം വരുന്നു അല്ലെങ്കിൽ 20 ചോദ്യം വരുന്നു എന്നുള്ളതൊക്കെ സ്വാഭാവികമായി സംഭവിക്കാറുള്ള കാര്യമാണ്. ഏത് മത്സര പരീക്ഷ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന ആളുകൾ അഥവാ അതിനുവേണ്ടി തയ്യാറാക്കുന്ന ആളുകൾ പഴയകാല ചോദ്യ പേപ്പറുകൾ എടുത്തുകൊണ്ട് ആ ചോദ്യ പേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ ഒക്കെ നൽകാറുണ്ട്. പക്ഷേ അത് ക്രമനമ്പർ പോലും തെറ്റാതെ വരുന്ന പ്രവചനമല്ല. അതിനെ പ്രവചനമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ചോർത്തിയെടുക്കൽ ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാൻ. റൈറ്റ്. നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഇപ്പൊ യൂട്യൂബിൽ ഇത് ക്രമനമ്പർ പോലും തെറ്റാതെ വന്നു, അത് കുറെ ആളുകൾ കണ്ടത് പരസ്യപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. അതല്ലാതെ ഇത് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് പോകുന്നുണ്ടാവും, സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ഒരുപക്ഷെ ഇന്റേണൽ ഡിസ്കഷൻ ആയിട്ട് അധ്യാപകർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതൊരു ചെറിയ പരിപാടിയല്ല. യൂട്യൂബിൽ വന്നുകൊണ്ട് നമ്മൾ അറിയുന്നു. ഇത് കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, വളരെ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു സമാന്തര ബിസിനസ് ആണ്. കാരണം ഇത് ചോർത്തി കൊടുക്കുന്നവർക്കില്ല സാമ്പത്തിക നേട്ടം ഉണ്ടാവാം, ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവാം, യൂട്യൂബ് ചാനലുകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവാം. അപ്പൊ ഇതൊരു സമാന്തര ബിസിനസ് ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ആ ലെവലിൽ ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എനിക്കൊരു നെക്സസ് ഇതിലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ നെക്സസിൽ അധ്യാപകരെ മാത്രം പറയാൻ കഴിയുമോ എന്നും എനിക്ക് സംശയമുണ്ട്. കാരണം ഈ നെക്സസിൽ ഇപ്പൊ ഇതിലൊരു വലിയ വിഷയമുള്ളത്, ഇപ്പൊ നേരത്തെയൊക്കെ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്റർ ആണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നുള്ളതായിരുന്നല്ലോ അവസ്ഥ. മറിച്ച് ഇത് വലിയ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആകുമ്പോൾ, ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ആകുമ്പോൾ ഇതിന്റെ റീച്ച് വളരെ കൂടുതലാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ തലേ ദിവസത്തെ ഒരു ക്ലാസ്സിലൂടെ തന്നെ ലക്ഷക്കണക്കിന് കുട്ടികളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്, ഇത് ബാധിക്കുന്നത്. ഇതിന്റെ മുമ്പ് ഇത് ഇന്ത്യയിലും സംഭവിക്കുന്നുണ്ട്. നമുക്ക് അറിയാമല്ലോ, കഴിഞ്ഞ നീറ്റ് പരീക്ഷയുടെ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് അതിനു മുമ്പ് വ്യാപക അഴിമതി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് മധ്യപ്രദേശിലെ അധ്യാപക പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത്. ഇത്തരത്തിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമായിട്ട് ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇത് പക്ഷേ ഇങ്ങനെ ഒരു ലോബി ഇതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കേരളം വിദ്യാഭ്യാസപരമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നവരാണ്. നമ്മൾ ഇക്കാര്യങ്ങളിൽ വളരെ ജാഗരൂകരായിട്ടുള്ള ആളുകളാണ് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ഇതിൽ ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നം, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം പോലെ ഒന്നുള്ളത് എന്ന് നമുക്കില്ല. ഞാനത് എഴുതിയിരുന്നു കഴിഞ്ഞ ആഴ്ച. അതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പോ വാട്സപ്പിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച്, കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ സംബന്ധിച്ച്, കുട്ടികളുടെ, അല്ലെങ്കിൽ നമുക്കറിയാലോ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അടുത്ത കാലത്ത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ചിരുന്നു. അപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയ നിരോധിച്ചുകൊണ്ട് ഇതെല്ലാം അങ്ങ് അവസാനിപ്പിക്കണം എന്നുള്ള നിലയിലല്ല പറയുന്നത്. പക്ഷേ ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്ന ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ആ സ്ഥാപനത്തിനൊരു പ്രോട്ടോകോളും ഉണ്ടാവുന്നില്ല. ആ സ്ഥാപനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുമ്പോൾ, ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിക്കുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ടാവുന്നില്ല. അവർക്ക് എന്തുമാകാമെന്നുള്ളൊരു സ്ഥിതിവിശേഷം വരും. ഒപ്പം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർ ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രോട്ടോകോളോ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങളോ ഉണ്ടാകാതെ വരുന്നതിന്റെ ഒരു പ്രശ്നവുമുണ്ട്. അതുപോലെ കുട്ടികൾ എന്ത് കാണണം, എന്ത് കാണണ്ട എന്നതിനെ സംബന്ധിച്ചുള്ള ചില അനിശ്ചിതത്വങ്ങളും ഇതിലുണ്ടാവുന്നുണ്ട്. ഇപ്പൊ പല വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറിയ പല രാജ്യങ്ങളിലും നമുക്ക് വിദ്യാഭ്യാസത്തിന് തന്നെ സ്വതന്ത്രമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് ഫ്രീ ഓപ്പൺ പ്ലാറ്റ്ഫോമുകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നമുക്കുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് തന്നെ നൽകാൻ, നമുക്ക് കുട്ടികൾക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട്, കുട്ടികൾക്ക് ഇപ്പൊ റീൽസിന്റെയും മീമിന്റെയും ഒക്കെ കാലത്ത് വിദ്യാഭ്യാസം അതിനെ അഡ്രസ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാൻ സാധ്യമല്ല. അപ്പൊ കുട്ടികൾ ഇത്തരത്തിൽ പോകുന്ന ഒരു സാഹചര്യം തടയാൻ ആവശ്യമായിട്ടുള്ള ചില ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് കൂടി ഇത് വിരൽ ചൂണ്ടുന്നു.
റൈറ്റ്. അതായത് ഇപ്പം പുതിയ ടൂൾസ് ഇപ്പൊ റീലാണെങ്കിൽ റീല്, മീമാണെങ്കിൽ മീം, ഇന്ററാക്റ്റീവ് ക്ലാസ് റൂമുകളാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ ക്ലാസ് റൂം അത് ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുകയും വേണം. അതേസമയം ഇത്തരം സംഗതികൾ നിരുത്സാഹപ്പെടുത്തുകയും വേണം. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പൊ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ ക്ലാസ് റൂമുകളൊക്കെ കുറെ കൂടെ കുട്ടികൾക്ക് പരിചിതമാവുന്ന, അവർ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത്. ആ ഒരു അവസരവും കൂടെ ഈ പറയുന്ന ആളുകൾ ഭംഗിയായി ഉപയോഗിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേസമയം നമ്മുടെ സിസ്റ്റം അതിനെ തീരെ അഡ്രസ് ചെയ്യുന്നില്ല എന്നും. അതെ അതെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, രാജീവ് സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഒരു സമാന്തര ലോകം വളരുന്നുണ്ട്. ചിലപ്പോൾ പലപ്പോഴും നമുക്ക് സമാന്തര അധോലോകമാണോ എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ നമ്മൾ അറിയാതെ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾ ഇപ്പൊ ഏറ്റവും സേഫായി കാണുന്നത് ക്ലാസ് റൂമിൽ വന്ന് കുട്ടികൾ പലരും ഉറക്കമാണ്. ക്ലാസ് റൂമുകളിൽ ഉറങ്ങുന്ന കുട്ടികൾ ക്ലാസ് റൂമിൽ അവർ ശ്രദ്ധിക്കുന്നില്ല. ക്ലാസ് റൂമുകളെ കുറിച്ച് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മറിച്ച് ഈ ക്ലാസ് റൂമിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് യൂട്യൂബ് ക്ലാസ്സുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് എന്ന നിലയിൽ അവർ പോകുമ്പോൾ നമ്മൾ ഈ ബ്ലെൻഡഡ് ക്ലാസ് റൂമുകളെ കുറിച്ച് നമ്മൾ കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമ്മൾ ഈ ബ്ലെൻഡഡ് ക്ലാസ് റൂമുകളെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഈ കോവിഡ് കാലത്തിന് ശേഷം അധ്യാപകരും വിദ്യാഭ്യാസ വ്യവസ്ഥയും ഒക്കെ പലപ്പോഴും ഈ ബ്ലെൻഡഡ് സാധ്യതകൾ കളഞ്ഞെങ്കിലും കുട്ടികൾ ഇത് കളഞ്ഞിട്ടില്ല. കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇവരിൽ പല അടരുകളുണ്ടല്ലോ. ഇതിൽ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന നമ്മൾ ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന ഈ തലമുറ, 2010 ശേഷം ജനിച്ച തലമുറ, അവരാണല്ലോ ഇപ്പോ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് മില്ലനിയൻസ് എന്നും പറയുന്ന ഈ ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന ജനറേഷനാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പോകുന്നത് ഈ റീലുകളുടെ മീമുകളുടെ പിന്നാലെ. അപ്പൊ വിദ്യാഭ്യാസത്തിൽ തന്നെ നമുക്ക് എല്ലാ റീലുകൾ ഉപയോഗിക്കാം. വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ റീൽസിന്റെയും മീംസിന്റെയും സ്റ്റോറിയുടെയൊക്കെ സാധ്യത നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അത് ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ക്ലാസ് റൂമുകൾ പലപ്പോഴും ഇപ്പോഴും വൺ സൈഡഡ് ആയിട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അത് കുറെ കൂടി ഇന്ററാക്റ്റീവ് ആക്കിക്കൊണ്ട് നമുക്ക് ക്ലാസ് റൂമുകളെയും വിദ്യാഭ്യാസ വ്യവസ്ഥയെയും കുറെ കൂടി കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആകുന്ന രൂപത്തിൽ മാറ്റിയാൽ മാത്രമേ കുട്ടികളെ നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവരെ നിർബന്ധപൂർവം ഇപ്പൊ നിരോധിക്കപ്പെട്ടത് കൊണ്ടൊന്നും ആ നിരോധനം കൊണ്ടൊന്നും കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ ഉത്തരവാദിത്വപരമായ ഉപയോഗം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതിനകത്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു യൂസേജ് ഉണ്ടാവുക എന്നുള്ളതാണ്. സിസ്റ്റം അതിൽ വലിയ പങ്ക് വഹിക്കേണ്ടതുണ്ട്, വിദ്യാഭ്യാസ വ്യവസ്ഥ അതിൽ ഇടപെടേണ്ടതുണ്ട്. ആ നിലയിൽ ക്ലാസ് റൂമുകളെയും ഈ പരീക്ഷകളെയും ഒക്കെ തന്നെ, പരീക്ഷകളിൽ തന്നെ നമ്മൾ ഈ ഓൺലൈൻ സാധ്യതകൾ വേണ്ട രീതിയിൽ പരീക്ഷകളിൽ ഉപയോഗിക്കപ്പെടുന്നില്ല പലപ്പോഴും. അപ്പൊ അത് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. മറിച്ച് കുട്ടിയെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാവും എന്നുള്ളത് എനിക്ക് സംശയം. ഈ നമ്മളിപ്പോ കേരളത്തെ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് നമ്മൾ എപ്പോഴും വലിയ തോതിൽ അഭിമാനത്തോടുകൂടെ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം കുറെ കൂടി ശക്തി പ്രാപിച്ചു. അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ കൂടുതലായിട്ട് വരുന്നു എന്ന് കേൾക്കുന്നു. കുറച്ചു കാലം കേട്ടിരുന്നു, ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വലിയ തോതിൽ മുന്നേറിയ ഒരു ഏരിയയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പൊ സമാന്തരമായി ശക്തി പ്രാപിക്കുന്ന ഈ ട്യൂഷൻ വ്യാപാരങ്ങൾ, അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളുടെ വ്യാപനം, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സമ്പ്രദായം, ഇതൊക്കെ നമ്മളുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ എങ്ങനെയാണ് ദുർബലപ്പെടുത്തുന്നത്? നമ്മൾ ഇതിനെ മറികടക്കാൻ പാകത്തിന് ഈ പൊതുവിദ്യാഭ്യാസ മേഖല എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? നമ്മൾ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന പ്രോഗ്രാം തീർച്ചയായിട്ടും അത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പുതിയ നവോന്മേഷം നൽകാൻ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയൊക്കെ കാര്യത്തിൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം അതിനൊരു തുടർച്ച നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോ യജ്ഞം നിർത്തിയിട്ട് വിദ്യാകിരണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ പിന്നീട് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഈ അക്കാദമിക മേഖലയ്ക്ക് നമ്മൾ എത്രത്തോളം ഫോക്കസ് കൊടുക്കുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഒരു അന്തർദേശീയ നിലവാരത്തെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അക്കാദമികതയുടെ ഒരു രാജ്യാന്തര നിലവാരത്തെ കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് ഉണ്ടാവുന്നില്ല. ഇപ്പൊ നമ്മൾ ഫിനിഷ് വിദ്യാഭ്യാസം എന്നൊക്കെ ആലങ്കാരികമായി ഫിനിഷ് വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അത്തരത്തിൽ ഒരു വികസിത
യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു അക്കാദമിക മികവ് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ നിർവഹണത്തിൽ നമ്മൾ കുറച്ച് പിന്നിലാണ്. നമ്മളെ വലിയൊരു വാക്വമായി എനിക്ക് തോന്നുന്നത് ക്വാളിറ്റിയാണ്, ഗുണമേന്മ, ആക്സസ്, ഇക്വിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുറേയേറെ അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് വലിയ ഇഷ്യൂസ് ഉണ്ട്. ആ ക്വാളിറ്റി ഇഷ്യൂസിൽ ഒരു പ്രധാന പ്രശ്നം അസസ്മെന്റ് ആണ്. നമ്മുടെ മൂല്യനിർണ്ണയം ഇന്നും വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണ് നമ്മുടെ അസസ്മെന്റ്, വിലയിരുത്തൽ സമ്പ്രദായം. നമ്മൾ ഈ 10, 30, 35 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ്, CE നമ്മൾ പറയുന്ന, അന്ന് അതിന്റെ പേര് CCE എന്നായിരുന്നു, കണ്ടിന്യൂസ്, സമഗ്രവും നിരന്തരവുമായ മൂല്യനിർണ്ണയം എന്നായിരുന്നു അതിന്റെ പേര്. അതിൽ നിന്ന് സമഗ്രതയൊക്കെ പോയിട്ട് ഇപ്പോ CE എന്ന് മാത്രമാണ് പറയുക, കണ്ടിന്യൂസ് അസസ്മെന്റ് എന്ന് മാത്രമാണ്. അപ്പോ സമഗ്രവും നിരന്തരവുമായ മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി വരുമ്പോൾ അതിനകത്ത് പരീക്ഷകൾക്ക് പ്രസക്ത അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പരീക്ഷകൾ പ്രസക്തമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ചില സംഘടനകളുടെ നിലപാടും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന സംഘടന, NGO പറയുന്നത് ഈ പബ്ലിക് പരീക്ഷ അല്ല പൊതു പരീക്ഷകൾക്ക് വലിയ പ്രാധാന്യം വേണ്ട, ടേം എക്സാമിനേഷൻസ് വലിയ പ്രാധാന്യം വേണ്ട എന്ന് പറയുകയും ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പിന്നെ ആ പരീക്ഷകൾ വേണ്ടെന്ന് വെക്കുകയും പിന്നീട് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ശതമാനം ഒരു ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി തലത്തിൽ, വിദ്യാഭ്യാസ തലത്തിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു തീരുമാനമാണ് 10ാം ക്ലാസ്സിൽ സബ്ജക്ട് മിനിമം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം. 30% എങ്കിലും വെച്ചുകൊണ്ട് നമുക്ക് അതോടുകൂടി വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്നുള്ള നിലയിലല്ല, മറിച്ച് ഒരു പൊതുസമൂഹം ആവശ്യപ്പെടുന്ന, രക്ഷിതാക്കൾ ഒക്കെ അധ്യാപകരൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഹൈസ്കൂളിൽ ഇന്നിപ്പോ പിന്നെ 5 മാർക്ക് കിട്ടി കുട്ടി ജയിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 30% മാർക്കെങ്കിലും കുട്ടികൾക്ക് കിട്ടണം എന്ന് പറയുന്ന ഒന്ന്, ഈ വോൾ പ്രൊമോഷൻ സമ്പ്രദായം ഇന്ത്യയിലെ 10-20 സംസ്ഥാനങ്ങൾ വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജാഥ നടത്തുകയാണ്, തോൽപ്പിച്ചാൽ കുട്ടിയുടെ നിലവാരം ഉയരും എന്നാണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. ഇപ്പൊ ഈ സംഘടനകൾ തന്നെ ഈ ഒരു നിലപാടെടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, പേരൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, അധ്യാപകർ ചോദിക്കുന്ന ഒരു ചോദ്യം, എങ്ങനെയെങ്കിലും ജയിപ്പിച്ചാൽ നിലവാരം ഉയരും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തോൽപ്പിച്ചാൽ നിലവാരം ഉയരുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും കുട്ടിയെ ജയിപ്പിച്ചാൽ നിലവാരം ഉയരുമോ എന്ന ചോദ്യം മറുഭാഗത്ത് ഉയരുന്നു. അപ്പോ ഇവിടെ പരീക്ഷകളെ അപ്രസക്തമാക്കുക എന്ന് പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള ഏജൻസികളുടെ ഒരു അജണ്ട ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? പരീക്ഷകൾ മോശമാക്കുക, പരീക്ഷകൾ ദുർബലമാക്കുക, പരീക്ഷകൾ എങ്ങനെയെങ്കിലും ആക്കി തീർക്കുക, പരീക്ഷകളൊന്നും ശരിയല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാത്രമാണ് ശരി. കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എത്രത്തോളം ശരിയാണ് എന്നത് വേറൊരു ചോദ്യമാണ്. 70 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയത്തിന്റെ ഒരു എത്രത്തോളം നമുക്ക് നടത്താൻ കഴിയുമെന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോ എനിക്ക് അത്തരത്തിൽ ചില സംശയങ്ങളും ഇല്ലാതില്ല ഇക്കാര്യം. റൈറ്റ്. ഞാൻ അതൊരു വലിയ വിഷയമാണ്. നമ്മൾ എന്താ പറയുക, ഒരു ചെറിയ ഡിബേറ്റിൽ തീരുന്ന വിഷയമല്ല. സത്യത്തിൽ ഈ പരീക്ഷാ സമ്പ്രദായത്തെ അട്ടിമറിക്കാനുള്ള ഗൗരവപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ? അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഏത് വിധത്തിലൊക്കെയാണ് ബാധിക്കുക? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു സമയത്ത്. ഞാൻ അവസാനമായിട്ട് ഒറ്റ കാര്യത്തോട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ഈ അധ്യാപകരുടെ റോൾ എത്രത്തോളമാണ്? ഞാൻ ചോദിക്കുന്നത്, ചോദ്യപേപ്പർ ചോർത്തുക എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ മാത്രമല്ല, ഇത് ഐഡന്റിഫൈ ചെയ്യുക, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുക, അത് തിരുത്തുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ അധ്യാപകർ എത്രത്തോളം ഇൻവോൾവ് ആണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇത് ആദ്യമേ ഒരുപക്ഷെ അധ്യാപകരായിരിക്കുമല്ലോ. അതെ. ഇതില് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ 8ാം ക്ലാസ് വരെയുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് SSK ആണ്, സമഗ്ര ശിക്ഷ കേരള. 8ാം ക്ലാസ് വരെയുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കി. 9, 10 ചോദ്യപേപ്പർ തയ്യാറാക്കിയത് ഡയറ്റുകളുടെ നേതൃത്വത്തിലാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഡയറ്റ് ആയിരിക്കും ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടുണ്ടാവുക. ഇത് പ്രാക്ടീസിങ് ടീച്ചേഴ്സിനെ വെച്ചുകൊണ്ടാണ് സമഗ്ര ശിക്ഷ കേരളയായാലും ഡയറ്റ് ആയാലും ഈ പ്രക്രിയ നിർവഹിക്കുന്നത്. നിലവിലെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഉപയോഗിച്ചുകൊണ്ട്. ഹയർ സെക്കൻഡറി ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് SCERT നടത്തുന്ന വർക്ക്ഷോപ്പുകളിൽ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുകയും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഇത് അച്ചടിച്ച്
വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് പല ഏജൻസികൾ വരുന്നുണ്ട്. ഇപ്പോൾ അധ്യാപകർ വരുന്നുണ്ട്, ചോദ്യം തയ്യാറാക്കുന്ന SSK വരുന്നുണ്ട്, ഈ ചോദ്യപേപ്പർ പ്രിന്റ് ചെയ്യുന്ന CAPT എന്ന് പറയുന്ന സ്ഥാപനം വരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ പ്രക്രിയയിൽ ഇടപെടും. അപ്പോ ഈ പ്രക്രിയയിൽ എവിടെ വെച്ചും ഇത് സംഭവിക്കാം. ഈ പ്രക്രിയയുടെ ഈ പ്രോസസ്സിന്റെ സ്കൂളുകളിൽ കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്നതിന്റെ ഇടയിൽ എവിടെ വെച്ചും ഇത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോ അധ്യാപകരുടെ റോളിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അധ്യാപകരാണല്ലോ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. എന്തായാലും പ്രാഥമികമായി 3 ചോദ്യപേപ്പർ, അതായത് SSKയുടെ 8 വരെയുള്ള ചോദ്യപേപ്പറുകളും 9, 10 ഹൈസ്കൂൾ ചോദ്യപേപ്പറുകളും ഹയർ സെക്കൻഡറി ചോദ്യപേപ്പറുകളും തയ്യാറാക്കുന്നത് അധ്യാപകർ തയ്യാറാക്കുന്ന 2 or 3 സെറ്റ് ചോദ്യപേപ്പറുകളിൽ നിന്ന് ഒരു സെറ്റാണ് നോർമലി നമ്മൾ പ്രിന്റിങ്ങിലേക്ക് എടുക്കുകയും ആ ചോദ്യപേപ്പറാണ് പുറത്ത് മീൻസ് കുട്ടികളുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ അധ്യാപകരിൽ ചിലർ ഇപ്പോഴും സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുമായും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുമൊക്കെ ആയിട്ട് അധ്യാപകർക്ക് ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് പൂർണ്ണമായും ഇല്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഈ പലപ്പോഴും അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ RTE വിലക്കിയിട്ടുള്ളൊരു കാര്യമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകൻ പൂർണ്ണമായും കുട്ടിക്ക് കിട്ടേണ്ട ആളാണ്, സ്കൂളിന് കിട്ടേണ്ട ആളാണ്. എന്നാൽ കേരളത്തിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷനുകളിൽ ഏർപ്പെടുന്ന, ഞാൻ അധ്യാപകരെല്ലാവരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, ഒരു ന്യൂനപക്ഷം അധ്യാപകർ ഈ സ്വകാര്യ ട്യൂഷൻ മേഖലയിൽ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു ന്യൂനപക്ഷം അധ്യാപകർ ഇതുപോലെയുള്ള പണം വാങ്ങുന്ന ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ രഹസ്യമായി ഇടപെടുന്നവരുണ്ട്. ഇതിന് വലിയ രാഷ്ട്രീയമായ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ പലപ്പോഴും പല അന്വേഷണങ്ങളും വരാറുണ്ടെങ്കിലും ആ അന്വേഷണം ഒന്നും മുന്നോട്ട് പോകാത്തൊരു സ്ഥിതിവിശേഷവുമുണ്ട്. അപ്പോ അതുകൊണ്ട് നമുക്ക് അധ്യാപകരെല്ലാം മോശമാണ് എന്നുള്ള പറച്ചിൽ ശരിയുമല്ല. അപ്പോൾ ഒരു ന്യൂനപക്ഷം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന അധ്യാപകർക്കെതിരെ വിദ്യാഭ്യാസ വ്യവസ്ഥ ശക്തമായ, കാരണം അധ്യാപകന്റെ ജോലി കുട്ടികൾക്കാണ്. അധ്യാപകനെ കിട്ടേണ്ടത് സ്കൂളിനും കുട്ടികൾക്കും സമൂഹത്തിനും. അത് ഇങ്ങനെയുള്ള ചില ആളുകൾ അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ അത് അധ്യാപകരുടെ പ്രൊഫഷണലിസത്തിന് എതിരാണ്, അധ്യാപകരുടെ പ്രൊഫഷണൽ എത്തിക്സിനെതിരാണ്. അങ്ങനെയുള്ള അധ്യാപകർക്കെതിരെ കർക്കശമായ നടപടിയാണ് സത്യത്തിൽ ഗവൺമെന്റ് കൈക്കൊള്ളേണ്ടത്. റൈറ്റ്. ചോദ്യപേപ്പർ 1 or 2 പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് മാത്രമാണ് ഒരുപക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുക. സത്യത്തിൽ ചോദ്യപേപ്പർ മാത്രമല്ല ചോരുന്നത്, നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ശിലകളിലേക്ക് ചില അടിസ്ഥാന കാര്യങ്ങളിൽ ചില ചോർച്ചകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കപ്പെടുന്നുണ്ടോ നമ്മളുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതിന് നേതൃത്വം നൽകുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ പരീക്ഷയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുമ്പോൾ നമ്മളുടെ വിദ്യാർത്ഥികളുടെ നിലവാരം കൂടിയാണ് ഇല്ലാതാക്കുന്നത്. ഇപ്പൊ തന്നെ ഇവിടെ മാർക്ക് വാരിക്കോരി നൽകുകയാണ് എന്നുള്ള ആക്ഷേപം മറ്റ് ഡൽഹി സർവകലാശാലകളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനൊക്കെ കുറെ കൂടെ അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. ആ ഗൗരവത്തിൽ നമ്മുടെ ഭരണകൂടം ഇതിനെ കാണുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. വളരെ നന്ദി മനോജ് മാഷ് ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. ഇൻസൈറ്റിന്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു.